ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ഇപ്പോൾ ഷിഗല്ല തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറയുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്. ഷിഗല്ല മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. 3-4 ദിവസങ്ങളായിട്ട് മരണങ്ങളൊന്നുമില്ല. ഡെങ്കിപ്പനിയും മറ്റും നിയന്ത്രണ വിധേയമാണ്. ഇപ്പോഴും ഭയപ്പെടാനില്ല. പക്ഷേ മഴ കനത്തു കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാള് തിരുവനന്തപുരം മന്ത്രിമാരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു പ്രതിജ്ഞാ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 8% ഭയപ്പെടാനില്ല. അംഗീകാരം തേടിയാണ് കത്തയച്ച്. മുമ്പുള്ള അംഗീകാരം ഉണ്ടായിരുന്നു. അത് ആ കെട്ടിടങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അതുകൊണ്ട് തന്നെ സാങ്ഷൻ ഈ വർഷം തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയ്ക്ക് ഇന്നലെ തന്നെ കത്തയച്ചിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോ ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഏതായാലും ധനബില്ലിൽ അത് ഉൾപ്പെടുത്തിയിട്ടാണ് ബില്ല് വരിക. ബില്ല് പാസ്സായി കഴിഞ്ഞാൽ നടപ്പാക്കുന്ന കാര്യത്തിൽ UDF-ആയിട്ട് ഒന്നും കൂടെ ആലോചിക്കും. ഞങ്ങൾ പറയുന്നത് അത് വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചത്, വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് എത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് കേരളം എത്തിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിന് കാര്യമായിട്ടുള്ള ഹാനി കൂടാതെയുള്ള വീര്യം കുറഞ്ഞ മദ്യം എന്നാണ് സർക്കാർ ഉദ്ദേശം സതുദ്ദേശപരമാണ്. അതിനെ പ്രതിപക്ഷം ദുരുദ്ദേശത്തിൽ കാണുന്നത് ദൗർഭാഗ്യകരം. ഏതായാലും സ്പിരിറ്റ് കലക്കി കൊടുക്കുന്ന ആ സിസ്റ്റം ഇല്ല. SITയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാം, ഒരു മടിയില്ല. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ആക്ഷേപിക്കുന്ന ചിലരോട് ചോദിക്കാനുള്ളത്, അയോധ്യയുടെ എന്താണ് സ്ഥിതി എന്നും കൂടെ ഒന്ന് അറിയണം. ഇപ്പൊ ശബരിമല ചില ആൾക്കാർ ദിവസേന പറയുന്നുണ്ട്. അവർ പറയുന്നതിന്റെ വികാരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഭക്തജനങ്ങളുടെ വികാരം അയോധ്യയിലുണ്ടല്ലോ. അയോധ്യയിലെ വികാരം വളരെയധികം ആവേശത്തോടെ പറഞ്ഞവരാണല്ലോ ഇപ്പൊ രാജ്യം ഭരിക്കുന്നത്. എന്തുകൊണ്ട് അയോധ്യയിലെ സ്വർണം കെട്ടു, അതും കൂടെ പറയണം. ഏതായാലും SITയുടെ റിപ്പോർട്ട് അനുസരിച്ച് തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കും.